ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ChatGPT യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാമെന്ന് പഠിക്കാം. നമുക്കറിയാം, നമ്മളിൽ പലരും ഇമെയിൽ അല്ലെങ്കിൽ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാനെ കൊണ്ട് കുറേ പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ഞാൻ 2018-19 ടൈമിൽ ഞാൻ ജോലിക്ക് കയറിയ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തൊരു പ്രശ്നമായിരുന്നു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാനെ കൊണ്ട്. അതൊരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ നേരത്ത് എല്ലാവരും ചെയ്യുന്ന പോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. അതിൽ നിന്ന് കുറേ റിസൾട്ട് വരും. പക്ഷേ അവിടെ നിന്ന് നമ്മൾ ഫിൽട്ടർ ചെയ്തൊരു ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി ടൈം എടുക്കും. അത് കാരണം അതായത് കുറേ റിസൾട്ട് വന്നിട്ട് അതിൻ്റെ അകത്ത് കറക്റ്റ് റിസൾട്ട് കണ്ടുപിടിക്കുന്നത് തന്നെ പോലും ടൈം എടുക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് പിന്നെ വീണ്ടും നമുക്ക് വേണ്ട രീതിയിൽ അതിനെ ഡ്രാഫ്റ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് കുറേ ടൈം എടുക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ തന്നെ അത്രയും ടൈം എടുക്കുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് വർക്കിനെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ഒരു ഒഫീഷ്യൽ ലെറ്റർ നമുക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ പോലും നമുക്കൊരു കോൺഫിഡൻസ് കാണത്തില്ല. അതായത് ഈ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്തേക്കുന്നത് അതായത് ഗ്രാമർ ഓക്കെ ആണോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഫോർമാറ്റ് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഈ കണ്ടൻറ്റ് കറക്റ്റ് ആണോ, അപ്പോൾ അങ്ങനെ പിന്നെ ഒരു അട്രാക്റ്റീവ് ആണോ. അതായത് ഇമെയിൽ എഴുതുമ്പോൾ എപ്പോഴും അത് ഉദാഹരണത്തിന് നമ്മളൊരു ക്ലയൻറ്റിന് നമ്മളൊരു മെയിൽ അയക്കുമ്പം അത് അട്രാക്റ്റീവ് ആയിരിക്കണം. മെയിൽ ക്ലയൻറ്റ് കാണുമ്പോൾ അത് ഒരു പ്രൊഫഷണൽ ഇമെയിലായിട്ട് അവർക്ക് തോന്നണം. അപ്പം ഇതിനൊക്കെ ഉള്ളൊരു പരിഹാരമാണ് നമുക്ക് അതായത് ഈ ChatGPTയിൽ അതായത് ഈ ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതും ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതും വളരെ പെട്ടെന്ന് തന്നെ, അതായത് വളരെ ചെറിയ ടൈമിൽ തന്നെ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കൊരു നല്ല പ്രൊഫഷണൽ ഇമെയിൽ അല്ലെങ്കിൽ നല്ല ലെറ്റർ നമുക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇനി നമുക്കത് എങ്ങനെയാണ് ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു ഇമെയിൽ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇങ്ങനെ ChatGPT നമ്മൾ സെർച്ച് ചെയ്യുന്നു. അപ്പോൾ ആദ്യം വന്ന റിസൾട്ട് ChatGPT ഓപ്പൺ ആയി, അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. ഇതിൻ്റെ അകത്ത് സ്റ്റാർട്ട് നൗവിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം സ്റ്റേ ലോഗ്ഡ് ഔട്ടിൽ ക്ലിക്ക് ചെയ്ത് ഇതിലാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. നമ്മുടെ സബ്ജക്റ്റ് ഇതിൽ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ മതി. അപ്പം ഞാനിപ്പം കുറച്ച് സബ്ജക്റ്റുകൾ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു ലെറ്റർ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ, ലെറ്ററിൻ്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ദ ഇൻ്റർനെറ്റ് കണക്ഷൻ. അതായത് നമുക്കൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ട്, ആ ഇൻ്റർനെറ്റ് കണക്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ആ നെറ്റ്വർക്ക് പ്രൊവൈഡറിന് നമ്മളൊരു റിക്വസ്റ്റ് ലെറ്റർ പ്രിപ്പയർ ചെയ്യുകയാണ്. അതായത് അവരോട് പറയുകയാണ്, ഇൻ്റർനെറ്റ് ഞങ്ങൾക്ക് ഇപ്പം തൽക്കാലം വേണ്ട എന്നുള്ള രീതിയിലൊരു ലെറ്റർ നമുക്ക് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ChatGPTയിൽ ജസ്റ്റ് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ കൊടുത്താൽ മതി. നമ്മൾ ഫുള്ള് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ അത് ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് അതിനെക്കുറിച്ചൊരു ഐഡിയ ChatGPTയിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ ആദ്യമായിട്ട് നോക്കാം. ഇപ്പം ഇതിൻ്റെ അകത്ത്, അതായത് ഈ ക്യാൻസൽ ദ ഇൻ്റർനെറ്റ് കണക്ഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ്, അതിൻ്റെ എങ്ങനെ നമുക്ക് ബ്രീഫായിട്ട് കൊടുക്കാമെന്ന് പറയുമ്പോൾ, ഇങ്ങനെ ഡ്രാഫ്റ്റ് ലെറ്റർ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ക്യാൻസൽ ദ ഇൻ്റർനെറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് കൊടുക്കുക. അപ്പം അവിടെ ചെയ്യേണ്ട ജോലി ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ ChatGPTയോട് പറയുക. അതുപോലെ ക്യാൻസൽ ദ ഇൻ്റർനെറ്റ് കണക്ഷനാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് ChatGPTയുടെ സെർച്ചിൽ എൻ്റർ ചെയ്ത് നോക്കാം. റിസൾട്ട് ഇങ്ങനെയാണ് വരുന്നത്. അതായത് നമ്മുടെ അതുപോലെ അടുത്ത നമ്മുടെ ടു അഡ്രസ്സ്, പിന്നെ സബ്ജക്റ്റ് റിക്വസ്റ്റ് ഫോർ ഇൻ്റർനെറ്റ് സർവീസ് ക്യാൻസലേഷൻ, പിന്നെ നമ്മുടെ കണ്ടൻറ്റ്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് വേർഡിലോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുക. അത് ജസ്റ്റ് നമ്മുടെ ഡീറ്റെയിൽസ് ഒന്ന് എഡിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് വേണ്ടാത്ത ഏതെങ്കിലുമൊക്കെ ഭാഗമുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക. അപ്പം വളരെ സിമ്പിളായിട്ട്, അതായത് നമുക്ക് ആവശ്യമില്ലാത്ത കണ്ടൻറ്റുകളൊക്കെ റിമൂവ് ചെയ്യുക. നമുക്ക് വേണ്ട കണ്ടൻറ്റുകൾ എഡിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യുക, എഡിറ്റ് ചെയ്ത് നമുക്ക് വിത്തിൻ 1 മിനിറ്റിൽ നമുക്ക് ഈസി ആയിട്ടൊരു ലെറ്റർ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് അടുത്ത സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ദ അഡ്രസ് മെൻഷൻ ഇൻ മൈ ആപ്ലിക്കേഷൻ. അതായത് നമ്മുടെ ഒരു ആപ്ലിക്കേഷനിലെ അഡ്രസ്, ഇതൊക്കെ ജസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ആപ്ലിക്കേഷനിലൊരു അഡ്രസ് നമുക്ക് ചേഞ്ച് ചെയ്യണം, അതിന് വേണ്ടി ലെറ്റർ പ്രിപ്പയർ ചെയ്യണം. അപ്പം ജസ്റ്റ് ഇങ്ങനെ ബ്രീഫായിട്ട് അതിൽ മെൻഷൻ ചെയ്യുക, ഡ്രാഫ്റ്റ് ലെറ്റർ ചേഞ്ച് ദ അഡ്രസ് മെൻഷൻ ഇൻ മൈ ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് റിസൾട്ട് വരുന്നതെന്ന് നമുക്ക് നോക്കാം.
അതാണ് 2. പിന്നെ സബ്ജക്റ്റ് റിക്വസ്റ്റ് യു ഫോർ അഡ്രസ് അപ്ഡേറ്റ് ഇൻ മൈ ആപ്ലിക്കേഷൻ. നമുക്ക് എത്ര പ്രൊഫഷണലായിട്ട് വളരെ വിത്തിൻ സെക്കൻഡ്സിൽ നമുക്ക് റിസൾട്ട് വന്നു. അതായത് നല്ലൊരു കണ്ടൻറ്റോടുകൂടി നമുക്ക് ആ ലെറ്ററിൻ്റെ ഒരു കംപ്ലീറ്റ് കണ്ടൻറ്റ് നമുക്ക് കിട്ടി. അപ്പോൾ ഇത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്താൽ മതി. ഇനി ഇമെയിൽ എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യാൻ നോക്കാം. ഇമെയിൽ അത് ജസ്റ്റ് ഇവിടെ നമ്മൾ ഡ്രാഫ്റ്റ് ലെറ്ററിന് കൊടുത്തെടുത്ത് ഡ്രാഫ്റ്റ് ഇമെയിലിന് കൊടുത്താൽ മതി. ജസ്റ്റ് ഡ്രാഫ്റ്റ് ഇമെയിൽ എന്നിട്ട് നമ്മുടെ സബ്ജക്റ്റ് ഉദാഹരണത്തിന് റിക്വസ്റ്റ് ഫോർ ഓൺലൈൻ മീറ്റിംഗ് ഓൺ, അതായത് നമ്മളൊരു പർട്ടിക്കുലർ ഡേറ്റിൽ ഒരു ഓൺലൈൻ മീറ്റിംഗ്, ഒരു സൂം മീറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു ടീംസ് മീറ്റിങ്ങോ അത് റിക്വസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഇതുപോലൊരു സബ്ജക്റ്റ്, അതായത് ഡ്രാഫ്റ്റ് ഇമെയിൽ എന്ന് പറയുന്ന അതാണ് നമ്മുടെ റിക്വയർമെൻറ്റ്. പിന്നെ സബ്ജക്റ്റ് ഇതാണ് റിക്വസ്റ്റ് ഫോർ ഓൺലൈൻ മീറ്റിംഗ്. നമ്മൾ ആ ഡേറ്റ് ഇട്ട് കൊടുക്കുക. ഇന്നത്തെ ഡേറ്റ് ആണെങ്കിൽ അതായത് ഏത് ഡേറ്റ് ആണോ ആ ഡേറ്റ് അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. നമുക്ക് അങ്ങനെ റിസൾട്ട് കിട്ടി. നമുക്ക് സബ്ജക്റ്റ് എന്ന് ഉദ്ദേശിച്ചാൽ നമ്മളെപ്പോഴും മെയിൽ അയക്കുമ്പോൾ ഇമെയിലിന് ഒരു സബ്ജക്റ്റ് കാണുമല്ലോ. അപ്പോൾ ആ സബ്ജക്റ്റ് നമുക്ക് ആ സബ്ജക്റ്റ് അവിടെ കൊടുക്കുക. അതായത് ഇപ്പോൾ ഔട്ട്ലുക്ക് ആണെങ്കിൽ ഔട്ട്ലുക്കിൽ, ജിമെയിൽ ആണെങ്കിൽ ജിമെയിലിൽ നമുക്ക് ആ സബ്ജക്റ്റ് അവിടെ എൻ്റർ ചെയ്യുക. സെയിം സബ്ജക്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക. പിന്നെ ഡിയർ സാർ, അതെന്താ നമുക്ക് സാർ ഓർ മാഡം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് എൻ്റർ ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഈ കണ്ടൻറ്റ് നോക്കുക. 12th ജനുവരിയിൽ ഈ കണ്ടൻറ്റ് അതുപോലെ തന്നെ നമുക്കവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. നമുക്ക് പിന്നെ ഇത് വേണ്ട ആവശ്യമായ എഡിറ്റിംഗ് ഒക്കെ നമുക്കിത് ചെയ്യാം. നമുക്കിതിൽ സൂം ആണെങ്കിൽ സൂം എന്ന് മെൻഷൻ ചെയ്യാം, ടീംസ് ആണെങ്കിൽ ടീംസ് മീറ്റിംഗ് എന്ന് മെൻഷൻ ചെയ്യാം. നമുക്ക് ആവശ്യമായ എഡിറ്റിംഗ് ഒക്കെ വളരെ ജസ്റ്റ് എന്താ പറയുന്നത്, അന്ന് കുറച്ച് ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്യുക. അത് വളരെ ചെറിയ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഒരു മിനിറ്റ് പോലും വേണ്ട, അതിനുള്ളിൽ തന്നെ നമുക്കൊരു ഇമെയിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞാനിപ്പം ഓൾറെഡി പറഞ്ഞ പോലെ, അതായത് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ കൊടുത്താൽ നമുക്കൊരു കംപ്ലീറ്റ് കണ്ടൻറ്റ് കിട്ടും. ഇനി വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ചില കേസിൽ ഇച്ചിരി ഡീപ്പായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കണം. അതായത് ഡീപ്പായിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം അതായത് കുറച്ച് കൂടുതൽ ഇൻഫർമേഷൻ ആണെങ്കിൽ ഇതിലോട്ട്, അതായത് നമ്മൾ ജസ്റ്റ് ഒരു മെയിൽ ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്യുക. നമ്മൾ തന്നെ ജസ്റ്റ് ഡ്രാഫ്റ്റ് ചെയ്യുക. അത് ഗ്രാമർ ഒന്നൊരു പ്രശ്നമല്ല. ജസ്റ്റ് ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് ആ ഇമെയിൽ ഇതിൽ അതുപോലെ തന്നെ ഈ ChatGPT-യിലോട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത ഇമെയിലിൻ്റെ ഗ്രാമറെല്ലാം കറക്റ്റ് ചെയ്ത് സെൻറ്റൻസുകളെല്ലാം നല്ല അട്രാക്റ്റീവ് ആക്കി ഈ ChatGPT നമുക്ക് റിസൾട്ട് തരും. അപ്പോൾ അതും ഇതിൻ്റെ വേറൊരു ഉപയോഗമാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു.